വിശന്നു വലഞ്ഞ ചെന്നായ ഇര തേടി അലയുകയായിരുന്നു. കുറെ നടന്നിട്ടും ഒന്നും കിട്ടാതെ നിരാശനായിരിക്കുമ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. ഒരു കുതിരക്കൂട്ടം. പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന കുതിരകളെ കണ്ടപ്പോൾ അവൻ്റെ വായിൽ വെള്ളമൂറി. കൂട്ടത്തിലെ ചെറുകുതിരകളിൽ ഒന്നിനെ കിട്ടിയാൽ ഇന്നത്തെ കാര്യം കുശാലായി. പക്ഷേ എളുപ്പമൊന്നുമല്ല കുതിരയെ പിടിക്കാൻ. അവരുടെ ഒപ്പം ഓടിയെത്താനൊന്നും ചെന്നായിക്കാകില്ല. അവനൊരു സൂത്രം തോന്നി. അവൻ നേരെ കുതിരക്കൂട്ടത്തിനടുത്തേക്ക് ചെന്നു. തങ്ങളുടെ നേരെ നടന്നെടുക്കുന്ന ചെന്നായെ കണ്ട് കുതിരകൾ അത്ഭുതത്തോടെ നോക്കി. ചെന്നായ അവരോട് പറഞ്ഞു, ഞാൻ ഒരു വൈദ്യനാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആ കാണുന്ന കുതിരക്കുട്ടിക്ക് കാലിൽ മുടന്തുണ്ട്. ഞാൻ അവൻ്റെ മുടന്ത് ശരിയാക്കി തരാം. കാൽ കാണിക്കാൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ ചാടി വീണ് കുതിരക്കുട്ടിയെ ആക്രമിക്കാനായിരുന്നു ചെന്നായുടെ തന്ത്രം. ഓഹോ, താങ്കൾ ഒരു വൈദ്യനാണല്ലേ? ഞാനൊരു വൈദ്യനെ കാണാൻ ഇരിക്കുമായിരുന്നു. എൻ്റെ പിൻകാലൊരു മുറിവുണ്ട്, കൂട്ടത്തിലെ ഒരു കുതിര പറഞ്ഞു. അതിനെന്താ, ഞാൻ ശരിയാക്കി തരാം. കൂട്ടത്തിൽ നിന്നും ഇങ്ങോട്ട് മാറി നിന്നോളൂ. കുതിര മാറി നിന്ന് തൻ്റെ ഇടത്തെ പിൻകാൽ ഉയർത്തി. ചെന്നായ അതിൽ മുറിവ് നോക്കുന്നതായി അഭിനയിച്ചുകൊണ്ട് കുതിരയുടെ പിന്നിലെത്തി. കുതിര പെട്ടെന്നൊന്ന് ഉയർന്നു ചാടി തൻ്റെ കാല് കൊണ്ട് കൊടുത്ത് ഊക്കനൊരു തൊഴി. തെറിച്ച് വീണ ചെന്നായിക്ക് ഒന്ന് എണീച്ചു നിൽക്കാൻ തന്നെ കുറേ സമയമെടുത്തു. പിന്നീട് ഒരിക്കലും കുതിരയെ തിന്നണമെന്ന സ്വപ്നത്തിൽ പോലും അവൻ ചിന്തിച്ചിട്ടേയില്ല.